തൈരും പച്ചമുളകും ചേർത്തിട്ടുള്ള കറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമ്മൾ കടുക് ഉലുവയിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളിയും കൂടി അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. കളർ മാറുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു 10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എരിവ് കുറഞ്ഞതുകൊണ്ടാണ് 10 എടുത്തത്. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു 5 എണ്ണം മതി. ഞാനിത് നടുവേ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് കീറണ്ട, ജസ്റ്റ് ഒരു കീറ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഇത് വാട്ടിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ പച്ചമുളകിനൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വഴണ്ടി വരുമ്പോൾ ഉള്ളീൻ്റെ കളറും ഇതിൻ്റെ കൂടെ തന്നെ മാറിക്കോളും. ഈ പച്ചമുളകിൻ്റെ കളറും മാറി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള തൈര് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളപ്പിക്കണ്ട, ഇളം ചൂടിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. തൈരിന് ഉപ്പ് വേണം, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ നല്ല ചോറിൻ്റെ കൂടെ ചമ്മന്തിയും ഈ ഒരു തൈര് കറിയും കൂടി ഉണ്ടെങ്കിൽ അസ്സലാണ്, നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നാടൻ കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.